ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത ബേദലഹേം കുടുംബ യൂണിറ്റ് ഒരു കുടുംബ ചിത്രം എന്നുള്ള ലേബലിൽ തന്നെയാണ് ഓണക്കാലത്ത് വന്നത്. പക്ഷേ ഈ ചിത്രത്തിൻ്റെ പേര് കേട്ടപ്പോഴും ഇതിൽ അഭിനയിക്കുന്നവരുടെ പേര് കേട്ടപ്പോഴും അത് പ്രത്യേകിച്ച് സംവിധായകനെ കണ്ടപ്പോഴും നമ്മുടെ മനസ്സിലൊരു ആലോചനയുണ്ടായിരുന്നു, ഇത് പക്ഷേ അത്ഭുതം സൃഷ്ടിക്കും. അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിവിൻ പോളി, മമിത ബൈജു മുഖ്യ കഥാപാത്രമായി എത്തിയ ഈ ചിത്രം ഓണം തൂത്തുവാരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇന്നലെ മാത്രം ഏകദേശം 25 കോടി രൂപയാണ് വേൾഡ് വൈഡ് ഈ ചിത്രം സ്വന്തമാക്കിയതെങ്കിൽ 2 ദിവസം കൊണ്ട് ഏകദേശം 40 കോടി വേൾഡ് വൈഡ് കളക്ഷൻ പിന്നിട്ടു എന്നാണ് അറിയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ശനിയാഴ്ച വിറ്റ ടിക്കറ്റിൻ്റെ എണ്ണം 3,85,000 ടിക്കറ്റാണ് 24 മണിക്കൂർ കൊണ്ട് വിറ്റ് മാറിയത്. അതുപോലെ ഞായറാഴ്ച ദിവസവും നമ്മൾ പരിശോധിക്കുമ്പോൾ ഞായറാഴ്ചയും ഈ രീതിയിലുള്ള ബുക്കിംഗ് ഏകദേശം 4 ലക്ഷത്തിനടുത്ത് ടിക്കറ്റ് വിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. തുടരും എന്ന സിനിമയ്ക്ക് ശേഷം ശനിയും ഞായറും ഒക്കെ ഈ രീതിയിൽ ടിക്കറ്റ് വിൽക്കുന്ന ഒരു ചിത്രമായിട്ട് മാറിയിട്ടുണ്ട് ബേദലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രം. അതുപോലെ പ്രീഫെയിൽ നോക്കുകയാണെങ്കിൽ ശനിയാഴ്ച 3,11,00,000 ഞായറാഴ്ച ആയപ്പോൾ 4,67,00,000 വമ്പൻ കുതിപ്പാണ് നടത്തിയിരിക്കുന്നത്. വേൾഡ് വൈഡ് പ്രീഫെയിൽ നോക്കുമ്പോൾ 10 കോടിക്ക് മുകളിൽ പ്രീഫെയിൽ നേടിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം 50 കോടി പിന്നിടുന്നു. പ്രീഫെയിൽ കൊണ്ട് മാത്രം 50 കോടി പിന്നിടുന്നു. അപ്പോൾ ഇന്നത്തെ കളക്ഷൻ ഏകദേശം 25-30 കോടി റേഞ്ചിലേക്ക് ഇന്നത്തെ കളക്ഷൻ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഇന്നുകൊണ്ട് ഏകദേശം 65-70 കോടി റേഞ്ചിലേക്ക് 3 ദിവസം കൊണ്ട് മാത്രം ഈ ചിത്രം എത്തും എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ. അതുപോലെ തിയേറ്ററിലെ ഷോകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇനിയും വരുന്നത് ഓണനാളുകളാണ്. ഓണനാളുകൾക്ക് മുമ്പ് ഏകദേശം ഉത്രാടമൊക്കെ ആകുമ്പോഴത്തേന് തന്നെ ഈ ചിത്രം 100 കോടി പിന്നിടും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. ആ രീതിയിലുള്ള വമ്പൻ ബുക്കിങ്ങും കളക്ഷനും ഒക്കെയാണ് ചിത്രം കാണിക്കുന്നത്. കുടുംബ പ്രേക്ഷകർ ഒന്നടങ്കം ഈ ചിത്രം സ്വീകരിച്ചിരിക്കുന്നു. നിവിൻ പോളിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് ഈ ചിത്രം മാറുന്നു. പിന്നെ തിരുവോണം, അവിട്ടം, ചതയം, പിന്നെ ശനി, ഞായർ ഈ ദിവസങ്ങൾ കൊണ്ട് ഏകദേശം ഒരുപക്ഷെ 200 കോടി കടന്നാലും അത്ഭുതപ്പെടാനില്ല. ആ രീതിയിലുള്ള ബുക്കിങ്ങും ആ രീതിയിലുള്ള കളക്ഷനും ഒക്കെ ഈ ചിത്രത്തിനുണ്ടാകുന്നത്. കാരണം എങ്ങും ഹെവി പോസിറ്റീവാണ് ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാകുന്നത്. കാര്യം ഈ ചിത്രം കണ്ടവരാരും തന്നെ നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നെഗറ്റീവ് പറയാൻ ഒത്തിരി പേര് കാണും, അതൊക്കെ സർവ്വസാധാരണയാണ്. പക്ഷേ ഭൂരിപക്ഷം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം ഓണക്കാലത്ത് ഒരാഘോഷമായി മാറുന്നു. പൊട്ടിച്ചിരിക്കുവാനും കുടുംബ ബന്ധങ്ങളുടെ കഥയൊക്കെ പറയുന്ന ഈ ചിത്രം പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു. വളരെ സന്തോഷകരമായ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിവിൻ പോളി, മമിത ബൈജു കൂട്ടുകെട്ടിൻ്റെ കൂട്ടുകെട്ട് അത് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നു. പ്രായവ്യത്യാസമൊന്നും അവർക്കൊരു പ്രശ്നമല്ല. കാരണം ആ കെമിസ്ട്രി വർക്കായി എന്നുള്ളതാണ് 100% ഉറപ്പ്. നിവിൻ പോളി എന്ന് പറയുന്ന നായകനെ തങ്ങളിൽ ഒരുവനായിട്ട് മനുഷ്യൻ കാണുന്നു. നേരത്തെ ആ ശ്രേണിയിൽപ്പെട്ട ഒത്തിരി നടന്മാരുണ്ടായിരുന്നു. ആദ്യകാലത്ത് മോഹൻലാൽ, പിന്നെ ദിലീപ് വന്നു, ജയറാം വന്നു. ആ സ്ഥാനം ഇപ്പോഴും ഫില്ലാകാതെ കിടക്കുകയാണ്. അവിടേക്കാണ് നിവിൻ പോളി എന്ന് പറയുന്ന ആ യുവനായകൻ കടന്നു വരുന്നത്. അത് പ്രേക്ഷകർ ഇരുന്നയും നീട്ടി സ്വീകരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കളക്ഷൻ വീണ്ടും കൂടും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ ഒരു ബമ്പർ ഹിറ്റിലേക്ക് നിവിൻ പോളിയുടെ ബേദലഹേം കുടുംബ യൂണിറ്റ് മാറുന്നു. വരും ദിവസങ്ങളിലും ഈ നില തുടരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കാം. ബേദലഹേം വിശേഷങ്ങൾ ഇവിടം കൊണ്ട് തീരുന്നില്ല. പുതിയ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും എത്താം. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും എത്തും വരെ ഓക്കെ.